രാജ്യത്ത് വലിയ കെടുതി ഉണ്ടായ സ്ഥലമാണ് കോട്ടയം. ഇപ്പം അജിത്ത് തന്നെ ഒരു തോണിയിൽ സഞ്ചരിക്കുന്ന അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെള്ളപ്പൊക്കം അല്ലെങ്കിൽ മഴ മാറിയെങ്കിൽ പോലും താഴ്ന്ന പ്രദേശങ്ങളൊക്കെ ഇപ്പോഴും വെള്ളത്തിലാണെന്ന് മനസ്സിലാക്കുന്നു. ഈ പാലായിൽ ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായത്. അതായത് 2018 വലിയ വെള്ളപ്പൊക്കം ഉണ്ടായെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ തന്നെ പറയുന്നത്. ഈ നിൽക്കുന്ന വീടുകളെല്ലാം ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ഒരാൾക്ക് പോലും ഇവിടെ താമസിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. ഇവിടുത്തെ ആളുകൾക്ക് പൂർണ്ണമായും ക്യാമ്പുകളിലേക്ക് മാറിയിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ദയനീയമായ സാഹചര്യമാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ വീടുകളുടെ മുകളിൽ അവരുടെ ജീവനോപാധി മാർഗമായിട്ടുള്ള തയ്യൽ മെഷീൻ ഉൾപ്പെടെ കയറ്റിവെച്ച് വസ്ത്രങ്ങളെല്ലാം മുകളിൽ എടുത്തു വെച്ചിട്ട് ക്യാമ്പുകളിലേക്ക് പോകേണ്ടി വന്ന മനുഷ്യരുടെ ജീവിതം കൂടിയാണ് പാല പറയുന്നത്. ഒരു പക്ഷേ ഇന്നലെ രാത്രി കൂടി മഴ പെയ്തിരുന്നെങ്കിൽ പാലായിലെ ജീവിതം അത് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. ഇവിടെ മാത്രം 21 കുടുംബങ്ങളാണുള്ളത്. പൂർണ്ണമായും മഴയിൽ മുങ്ങിയ അത്തരത്തിൽ ഈ വലിയ മഴയിൽ മുങ്ങിയ സാഹചര്യമാണ്. അത് ഒറ്റ രാത്രി കൊണ്ടാണ് കിടന്നുറങ്ങിയ മനുഷ്യർ അവർക്ക് ഇവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്നറിയാത്ത പ്രതിസന്ധി നേരിടേണ്ടി വന്നത്. ആ പ്രതിസന്ധിയാണ് ഉള്ളത്. ചേട്ടാ, ഈ നിങ്ങൾ ഇവിടെ നിന്ന് ഒരു രാത്രി കൊണ്ട് ഒറ്റയ്ക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നവരാണ്? തീർച്ചയായിട്ടും. ഞങ്ങൾ ഇന്നലെ രാത്രി 2:45 പെട്ടെന്ന് കോള് വന്ന് ഇങ്ങനെ വെള്ളപ്പൊക്കമാണെന്ന് അറിയുന്നു. പെട്ടെന്ന് എല്ലാവരും കൂടെ ഉള്ളതെല്ലാം എടുത്തുകൊണ്ട് കരക്കോട്ട് കയറേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പം 33ഓളം വീട്ടുകാരും ഞങ്ങൾ ക്യാമ്പിലുണ്ട്. അതിൽ 146 അംഗങ്ങളാണ് ഇന്നലെ രാത്രി തന്നെ അവിടെ ഉണ്ടായിരുന്നത്. അവരുടെ എല്ലാ അതായത് ഉള്ള സാധനങ്ങളും കൊണ്ട് പെട്ടെന്ന് ഓടി വീട്ടിലെ ക്യാമ്പിലേക്കും വഴിയിലേക്കും കയറുമായിരുന്നു. കാരണം പെട്ടെന്ന് നിണച്ചിരിക്കുന്ന സമയത്ത് ഉരുള് പൊട്ടി വന്ന വെള്ളം അത് നമുക്ക് ഒന്നും സംരക്ഷിക്കാൻ സാധിച്ചില്ലെന്നുള്ളതാണ് ഏറ്റവും വളരെ സങ്കടകരമായ. ഈ 2018 വലിയ വെള്ളപ്പൊക്കം തീർച്ചയായിട്ടും ഈ അതായത് ആറ് പറ്റി കിടന്ന ഒരു അരയാറ് വെള്ളമുള്ള ഒരു സാഹചര്യം അല്ലായിരുന്നുവെങ്കിൽ 2018 ഭയങ്കര ഭീകരമായ ഒരു വെള്ളപ്പൊക്കമായാലും ഈ വെള്ളപ്പൊക്കം തീർച്ചയായിട്ടും ഇന്നലെ രാത്രി മഴ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ രാത്രി മഴ പെയ്യാത്തത് കൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങൾ ഇതെല്ലാം എന്നാലും ഒത്തിരി പക്ഷികളും ആട് പശു അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. അതൊക്കെ തിരിച്ചു ചെല്ലുമ്പോൾ ഉണ്ടോ ഇല്ലോ എന്ന് നമുക്ക് അറിയാത്തൊരവസ്ഥയുണ്ടാവും. സേതുലക്ഷ്മി, ആ വാചകം തന്നെ ഒരു പ്രധാനപ്പെട്ടതാണ്. വീട്ടിലുള്ള ആടുകളെയും പക്ഷികളെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ക്യാമ്പുകളിലേക്ക് പോകേണ്ടി വരുന്ന മനുഷ്യർ, അവരുടെ ജീവിതം അത് നമുക്ക് വല്ലാത്ത വേദന ഉണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ചും ഒരു വലിയ വെള്ളപ്പൊക്കം പാലയെ സംബന്ധിച്ചുണ്ടായി. ആ വെള്ളപ്പൊക്കത്തിന്റെ വേദനയിലാണ് ഇവിടുത്തെ നാട്ടുകാരെല്ലാം. ഇന്നലെ രാത്രിയോടുകൂടി ആശങ്ക കൂടുന്ന സാഹചര്യം ഉണ്ടായി. 2 അടിയോളം വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിലും പാലയിലെ സാഹചര്യങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുന്നത് വലിയ വേദന ഉണ്ടാക്കുന്നതാണ്. വീടുകളിലേക്ക് വരാൻ കഴിയാത്ത മനുഷ്യർ, അവരുടെ പ്രതിസന്ധി, ഒരു വസ്ത്രമെടുക്കാൻ പോലും വീടുകളിലേക്ക് കയറാൻ കഴിയാത്ത മനുഷ്യരുടെ ജീവിതം കൂടിയാണ് ഇപ്പോൾ പാല പറയുന്നത്. ഏതാണെങ്കിലും പ്രതിസന്ധി തുടരുകയാണ്. ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഇത് കൂടാതെ തന്നെ 26 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 500-ലധികം ആളുകളാണ് നിലവിലുള്ളത്. അത് ആ പ്രതിസന്ധി ഇന്ന് വീണ്ടും മഴ പെയ്താൽ അത് കൂടുതൽ ഗുരുതരമാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് പാലയിൽ ഉണ്ടായത്. അത്രത്തോളം വലിയ മഴ. ആ മഴയുടെ കണക്ക് തന്നെ പരിശോധിച്ചാൽ 200 ഇതിന് മേളിലൊക്കെ മഴ പെയ്ത സ്ഥലങ്ങൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതാണെങ്കിലും പാലയെ സംബന്ധിച്ച് അവരുടെ ജീവിതം പ്രതിസന്ധിയിലാണ്. ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു എന്നുള്ളത് ആശ്വാസമാണ്. അപ്പോഴും അവരുടെ ജീവിതം സാധാരണഗതിയിൽ എത്താൻ ഇനിയും ദിവസങ്ങളെടുക്കും. നിശ്ചയമായും അജിത്ത്,